പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ദിനത്തിലെ ലേവ്യരുടെ പുസ്തകം 26:40 അവിടെ വചനം വെളിപ്പെടുന്നത് എങ്ങനെയാണ്? അവർ എന്നോട് കാണിച്ച അവിശ്വസ്തതയും എനിക്കെതിരായി പ്രവർത്തിച്ച തിന്മകളും ഏറ്റുപറയട്ടെ. അതായത് നോമ്പിൻ്റെ ഒക്കെ ഒരു കാലഘട്ടമല്ലേ സഹോദരങ്ങളെ? ശരിക്ക് നമ്മൾ എന്തൊക്കെ അവിശ്വസ്തതയും അനീതിയും പാപങ്ങളും അതെല്ലാം റെക്കോർഡഡാണ്. നമ്മൾ ഈ CCTVയിൽ നമ്മൾ കാണിക്കുന്ന എല്ലാ ഗോഷ്ഠികളും പിടിക്കുന്നത് പോലെയാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് ഈ കുട്ടികളുടെ കുർബാനയ്ക്കൊക്കെ കുട്ടികൾ കാണിക്കുന്നത്, ഈ കുർബാന കഴിഞ്ഞ് നമ്മൾ CCTV ചെക്ക് ചെയ്യുമ്പോൾ അവർ കാണിക്കുന്ന ഓരോ കോപ്രായത്തരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെയാണല്ലേ നമ്മൾ എവിടെ ഇരുന്നാലും, നമ്മളിപ്പോൾ എത്ര ദൂരത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിലും CCTV അത് നെറ്റായിട്ട് കണക്റ്റഡ് ആണെങ്കിലും നമുക്കത് വാച്ച് ചെയ്യാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ സ്കൂളിൽ ക്ലാസ് റൂമുകൾ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ HM ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞ് എന്ത് കാണാൻ പറ്റും? അവിടെ ക്ലാസ് റൂമുകളിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ ഓഡിയോ ഉള്ളതാണെങ്കിൽ കേൾക്കാനും പറ്റും, കാണാനും പറ്റും. അപ്പോൾ ഇത് ശരി ഇതുപോലെയാണ് പ്രിയ സഹോദരങ്ങൾ. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ വികാരങ്ങൾ പോലും കർത്താവിനറിയാം. അവർ എന്നോട് കാണിച്ച അവിശ്വസ്തതയും എനിക്കെതിരായി പ്രവർത്തിച്ച തിന്മകളും ഏറ്റുപറയട്ടെ. അപ്പോൾ നീയെ തെറ്റ് ചെയ്തു എന്നതല്ല, നീ അത് ഏറ്റുപറയുമ്പോൾ മാത്രമാണ് അവിടെയാണ് വിടുതൽ. അതാണ് ഹ്യൂമൻ ഫ്രീഡത്തെ കർത്താവ് മാനിക്കുകയാണ്. ദൈവമേ, എനിക്ക് രക്ഷപ്പെടണം എന്ന് നീ ഏറ്റുപറയാത്തിടത്തോളം കാലം നിന്നെ രക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് തമ്പുരാൻ്റേത്. അപ്പം അതുകൊണ്ട് നീ ഇന്ന് ഏത് ചെളിക്കുഴിയിലാണ് കുഴഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ കുഴിയിലേക്ക് നീ ഇപ്പോൾ വരണം. കുരുക്കഴിക്കാൻ എനിക്കാവുന്നില്ലല്ലോ, കെട്ടുപൊട്ടിക്കാൻ നിൻ്റെ ശക്തി തരണം. അപ്പോൾ കർത്താവ് നിൻ്റെ കുരുക്കഴിക്കാൻ, നിൻ്റെ കെട്ടുപൊട്ടിക്കാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു അഭിഷേകം സ്വർഗം നമുക്ക് നൽകട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.